നമ്മുടെ കുടുംബത്തിൽ നാദം വേണം, നാദം വേണം. അതുകൊണ്ടാണ് മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ വേണ്ടി വയലാർ ആ പാട്ട് എഴുതിയത്. ആ ഗായത്രി മന്ത്രത്തെ കുറിച്ച് വയലാർ ഒരു പാട്ട് എഴുതിയല്ലോ. പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവ സ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് വേദങ്ങളുടെ മൂലമന്ത്രം. പാട്ട്. ഈ പാട്ടിലേക്ക് ഭാരതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാ? ഗീതാഞ്ജലിയാണ്. ആദ്യത്തെയും അവസാനത്തെയും. അതെന്താ? ഗീതങ്ങളുടെ അഞ്ജലിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഫിലോസഫി മുഴുവൻ എഴുതി വെച്ചിട്ട് കൊണ്ടു നടക്കുന്ന, എടുത്തു ഉപയോഗിക്കുന്ന കൃതിയുടെ പേരെന്താണ്? ഗീതയാണ്, അല്ലേ? ഗീതയാണ്. ഗീതാഞ്ജലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗീതകം ഏതാണെന്നറിയാം? ശബ്ദവും സംഗീതവും തമ്മിലുള്ള ബന്ധത്തെ, ശബ്ദവും സംഗീതത്തെയും ഇത്രയും മനോഹരമായി ഉൾച്ചേർത്തുകൊണ്ട് അവതരിപ്പിച്ച ഒരു വരി ലോകത്തൊരു സാഹിത്യകൃതിയിലും ഞാൻ കണ്ടിട്ടില്ല. ഹേ മഹാപ്രഭോ, ടാഗോറിന്റെ ദൈവം ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ജാതിയുടെയോ പള്ളിയിലെയോ അരമനയിലോ അമ്പലത്തിലോ കുടിയിരിക്കുന്ന ആളല്ല. അമ്പലത്തിൽ ഇല്ലെന്നാ ടാഗോർ പറയുന്നത്. ടാഗോർ ഇത്രയും ധൈര്യത്തോട്, ഇന്നാണ് ടാഗോർ ഗീതാഞ്ജലി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ കത്തിക്കുമായിരുന്നു. നിമീലിതലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ, പൂട്ടിയ കണ്ണ് തുറക്ക്. കണ്ണ് പൂട്ടാൻ പറയുന്ന ഭക്തിയല്ല നമുക്ക് വേണ്ടത്, കണ്ണ് തുറക്കാൻ പറയുന്ന ഭക്തിയാണ്. എന്റെ കുടുംബത്തിൽ പണ്ട് കുറെ സ്ത്രീകള്, എന്റെ അമ്മയും എന്റെ ഭാര്യയും അമ്മയും എല്ലാം കൂടി ഗുരുവായൂർ തൊഴാൻ പോകുന്നു. അപ്പൊ എന്റെ മോൻ ചെറിയ മോനാ, മോൻ ഇപ്പം MSc പഠിക്കുക. അപ്പൊ അവനെയും കൂട്ടി അവൻ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ അച്ഛ, ഇനി ജന്മത്തിൽ ഇവരെ കൂട്ടത്തിൽ അമ്പലത്തിൽ പോലും. എന്താ? 4 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നടേന്റെ മുമ്പിലെത്തിയത്. മൊബൈൽ അങ്ങ് കയറ്റാൻ വിടില്ല, അതുകൊണ്ട് ബോറടിച്ച് ചത്തുപോയി. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഒരു തമാശ കേൾക്കണോ? എന്താ? അവിടെ എത്തിയിട്ട് അമ്മമ്മയും അച്ഛമ്മയും കണ്ണും പൂട്ടി പ്രാർത്ഥിക്കുക. ഈ കണ്ണ് പൂട്ടാനാ പിന്നെ അവിടെ പോയി പൂട്ടണോ? വീട്ടിൽ നിന്ന് പൂട്ടിയാ പോരെ? അവിടെ കാണാനല്ലേ പോയേ എന്ന് എന്റെ മോൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. നിമീലിതലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ, പൂട്ടിയ കണ്ണുകൾ തുറന്നു നോക്കൂ. എവിടെയാ ദൈവം? കരിനില മുഴുവ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കും പണിയാളരോടൊത്തും ചേർന്നമരുന്നു ദൈവം. മണ്ണാർന്നിരു കൈകളിലും കൂടെ ചെളിയിലിറങ്ങൂ, കളയൂ ശുഭ്രം വസ്ത്രം. മോക്ഷമാണല്ലോ നമ്മുടെ ഇവിടെ ഭാരതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം മോക്ഷമാണല്ലോ. കെട്ടും കെട്ടി ശബരിമല. ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, അല്ലേ? മോക്ഷം കിട്ടും. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ ചില സ്വാമിമാര്, എല്ലാരും അല്ലേ, ആരും ആക്ഷേപം പറയണ്ട, ചില സ്വാമിമാര് അവിടുന്ന് മോക്ഷം കിട്ടിയെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തത്, അവിടുന്ന് മോക്ഷം കിട്ടിയെങ്കിൽ എന്തിനാ തിരിച്ചു വരുമ്പോ മാഹിയിൽ ഇറങ്ങിയിട്ട് മോക്ഷം വാങ്ങി സൈഡ് ബാഗിൽ വെക്കും. തേങ്ങ ഉടച്ച ഉടനെ കുടിക്കാൻ. മാഹിയിൽ ചെറിയ പൈസക്ക് മദ്യം കിട്ടും, പോണ്ടിച്ചേരി സ്റ്റേറ്റ് ആയതുകൊണ്ട്. മോക്ഷമാണ് എവിടെ? കൊതിയോ മുക്തിയിൽ, മുക്തിയിരിക്കുവതെവിടെ? നിനക്കെങ്ങത് കിട്ടും? സംസ്കൃതിയോട് സാക്ഷാൽ പ്രഭുവും സർഗത്തുടലാൽ കെട്ടുപിണഞ്ഞു കിടപ്പൂ. മതി നിൻ ധ്യാനം, മാറ്റൂ പൂജാപാത്രം, വസ്ത്രം കീറി മുഷിഞ്ഞതു മതി. നീ അദ്ദേഹത്തോട് കർമ്മവ്രതിയായി ചേരൂ. വേർപ്പൊഴുകട്ടെ, വേർപ്പൊഴുകട്ടെ, വേർപ്പൊഴുകട്ടെ. അധ്വാനിക്കുന്നവനാ മോക്ഷമെന്ന് പച്ചരെഴുതി വെച്ച ആ കൃതിയാണ് ഗീതാഞ്ജലി. അതിൽ ദൈവമെന്ത്? എവിടെയാണ് ദൈവം? അതിൽ മനോഹരമായിട്ട് ടാഗോർ പറയുകയാണ്, ഹേ മഹാപ്രഭു, അങ്ങയുടെ സംഗീതമാണ്, അങ്ങയുടെ സംഗീതമാണ് അനുഗ്രഹം. പക്ഷേ ആ സംഗീതം പോലെ പാടാൻ ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നു. എനിക്കതുപോലെ പാടാൻ കഴിയുന്നില്ല. ആ സംഗീതം പോലെ പാടാനാണ് ഓരോ ഗായകനും പരിശ്രമിക്കുന്നത്. ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലീ, നിഭൃതം ഞാനതു കേൾപ്പൂ സതതം,
നിതാന്ത വിസ്മയശാലി. ഉദയദ്ഗാന പ്രകാശകലയാൽ ഉജ്ജ്വല ശോഭം ഭുവനം. അവിടെയാണ് ഉദയദ്ഗാന പ്രകാശം. ഈ ഉദിച്ചു വരുന്ന കിഴക്ക് നിന്നും ഉദിക്കുന്ന ആ പ്രകാശം ഒരു ഗാനമാണ്. സംഗീതത്തെയും പ്രകാശത്തെയും കൂട്ടിച്ചേർക്കുന്ന ഒരത്ഭുത രസതന്ത്രമാണ് ആ കാവ്യത്തിൽ, ആ ഗീതകത്തിൽ പറയുന്നത്. ഉദയദ്ഗാന പ്രകാശകലയാൽ ഉജ്ജ്വല ശോഭം ഭുവനം. അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം. അലിയിക്കുന്നോ ശിലകളെ ഈശ്വരഗംഗാസരഭസഗമനം. പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ. അതിലേറ്റവും എനിക്ക് രോമാഞ്ചമുണ്ടാക്കിയ വരിയാണത്. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ. പരാജിത നിലയിൽ നാദത്തിൽ ദൈവത്തെ ഉണർത്തുകയാണ്. മദീനയിൽ മുഴുവൻ മനുഷ്യർക്കും ഭ്രാന്തളകുന്ന ഒരു ദിവസം ഉണ്ടാകുമായിരുന്നു. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഈ ലോകത്തുനിന്ന് ഇഹലോകവാസം വെടിഞ്ഞ ദിവസം അദ്ദേഹം പോയി എന്ന വാർത്ത അറിഞ്ഞിട്ട് മദീനയിൽ ആരും പ്രതികരിക്കുന്നില്ല, പൊട്ടിക്കരയുന്നില്ല. കാരണം അവർ സ്തംഭിച്ചുപോയി. അവർക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അവരെല്ലാം മാനസിക രോഗികളാകുമായിരുന്നു. സങ്കടം വന്നാ ഒന്ന് കരയണ്ടേ? ഈ മരിച്ച വീട്ടിൽ പോയിട്ട് കരയല്ലേ കരയല്ലേ എന്ന് പറയുന്ന ഭീകരന്മാരെ കാണുമ്പോൾ അടി കൊടുക്കണം അവർക്ക്. പിന്നെ എപ്പ കരയാ ജനിച്ചാലോ? മരിച്ച വീട്ടിൽ പോയിട്ട് ബന്ധുക്കളെ പോയിട്ട് കരയല്ല മോനെ ഇത് കരയണ്ടെന്ന്. കരയേണ്ട സമയത്ത് കരയണം, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുകയും വേണം. വേണ്ടേ? ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണ്ടേ? അതാണ്. കഴിഞ്ഞ ഒക്ടോബർ 1 എന്റെ നാട്ടിലൊരു സ്കൂളിൽ വയോജന സംഗമം നടത്തി. അപ്പൂപ്പൻ അമ്മൂമ്മ, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം. ഭയങ്കര ആള്. ഈ പ്രായമുള്ള മനുഷ്യർക്ക് മക്കള് പഠിക്കുന്ന സ്കൂളൊന്ന് പോകാൻ കിട്ടിയ ചാൻസിന് എല്ലാരും വന്നു. രക്ഷിതാക്കളെ വിളിച്ചാൽ ഇത്ര ആള് വരില്ല. എല്ലാരും വന്നിട്ട് അധ്യക്ഷ പ്രസംഗം നടത്തുക ബിന്ദു ടീച്ചർ പറഞ്ഞു, വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ ടീച്ചർ പറഞ്ഞൊരു വാക്ക് സ്ഥിരം കേൾക്കുന്ന ക്ലീശ ഒരു ഉദാഹരണമില്ലേ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ ഈ പച്ചപ്ലാവിൽ ഓർക്കണം, നീ ഇതുപോലൊരു കാലം പഴുത്തു വീഴുമെന്ന് കുട്ടികളോട് പറഞ്ഞപ്പോ ഒരു പയ്യൻ എഴുന്നേറ്റ് ഒരു ചോദ്യം, ടീച്ചറെ ഒരു സംശയം. എന്താ? ഈ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാണ്ടിരിക്കുക. കരയേണ്ടടുത്ത് കരയണം. മരണ വീട്ടിൽ കരയണം. പിന്നെ അവിടെ കരയരുതെന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാവരും കരഞ്ഞെങ്കിൽ അവിടെ എല്ലാവർക്കും ആശ്വാസമാവും. കണ്ണുനീരായി പുറത്തേക്ക് കളയണ്ടേ? നമ്മുടെ മതം വികാര വിരേചനമാണ്, കഥാർസിസ് ആണ് കലയുടെ ലക്ഷ്യമെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്. കേൾക്കണം, കരയണം. രമണൻ വായിച്ചിട്ട് കരഞ്ഞിട്ടാണ് കേരളത്തിലെ പ്രണയികളുടെയൊക്കെ സങ്കടങ്ങൾ, ആത്മഹത്യകൾ, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യ, ആ ആത്മഹത്യയുടെ കഥ കേട്ടിട്ട് കേരളത്തിൽ ആയിരക്കണക്കിന് യുവാക്കൾ ആത്മഹത്യ ചെയ്യാതിരുന്നിട്ടുണ്ട്. അറിയണം. ആത്മഹത്യയുടെ കഥ കേട്ടിട്ട് രമണൻ മരിച്ചത് കണ്ടിട്ട് ആരും മരിച്ചിട്ടില്ല. രമണൻ വായിച്ച കഥകൾ കേട്ടിട്ട് കരളുരുകി കരയരുതെന്നാരും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. എല്ലാരും കരഞ്ഞത് കൊണ്ട് ദുഃഖങ്ങൾ, പ്രണയിനി ചതിച്ചതിന്റെ ദുഃഖങ്ങളെല്ലാം കരഞ്ഞു തീർത്ത കാമുകന്മാർക്ക് വികാര വിരേചനം നടത്തുമ്പോ പ്രശാന്തതയിൽ അവർക്ക് ആശ്വസിക്കാൻ പറ്റി. കരഞ്ഞെന്നെ തീർക്കണം. നമ്മുടെ ഉള്ളിലുള്ള മതം പുറത്തേക്ക് ഒഴുക്കാൻ വേണ്ടി പ്രകൃതി കണ്ടെത്തിയിരിക്കുന്ന സൂത്രമാണ്. കണ്ണുനീരായിട്ട് അത് ഒഴുക്കി അഡ്രിനാലിൻ ദ്രാവകം തലയിലേക്ക് എരച്ചു കയറുമ്പോഴാണ് നമുക്ക് വികാരങ്ങൾ ഉണ്ടാവുക. ആ ദ്രാവകം പുറത്തേക്ക് കളയാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു പ്രകൃതിദത്തമായ റെമഡിയാണ് കണ്ണീരായിട്ട് ഒഴുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് കരയണം. കരയാതിരിക്കുന്ന പുരുഷന്മാർക്ക് അറ്റാക്ക് കൂടുതൽ കാരണം അവർ കരയാൻ മടിച്ചിട്ടാണ്. കരയണം. സ്ത്രീകൾക്ക് അറ്റാക്ക് കുറയാൻ കാരണം കരയാനുള്ള ഒരു ചാൻസും കളയാറില്ല എന്നതുകൊണ്ടാണ്.
എന്റെ നാട്ടിലൊക്കെ 5 ട്രിപ്പൊക്കെ കരയും ഒരു മരിച്ച വീട്ടിലെ സ്ത്രീകൾ. മരിച്ച ഉടനെ കരഞ്ഞ് സമാധാനമായി ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് അനിയത്തി വരിക. അനിയത്തി വരുമ്പോൾ കരയുമ്പോൾ ഒന്നിച്ച് കരഞ്ഞു കൊടുക്കണ്ടേ കുറച്ചു നേരം. കുറച്ച് കഴിഞ്ഞ് സഹോദരൻ വന്ന് അവനെ കാണുമ്പോൾ കരഞ്ഞ് കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ ഒരു കരച്ചല്, കുഴിയിലേക്ക് എടുക്കുമ്പോൾ ഒരു കരച്ചൽ. 5 ട്രിപ്പായി. പുരുഷന്മാര് സങ്കടം വന്നാൽ കരഞ്ഞ ഡീസന്റ് പോയി പോന്ന് കരുതിയിട്ട് സങ്കടം വരാൻ ഒറ്റ മാർഗേ ഉള്ളൂ, കണ്ണുനീര് ഒഴുക്കുക. പക്ഷെ സിറ്റിയിൽ പറ്റിയ ഒരു അബദ്ധം, കണ്ണിനും മൂക്കിനും കൂടി ഒരു ഗേറ്റേ ഉള്ളൂ. കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി മൂക്കിലൂടെ വെള്ളം വരും. അപ്പൊ ഈ ശബ്ദം കേട്ടിട്ടാണ് കരയുന്ന അടുത്തുള്ള ആൾ അറിയാം. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിക്കും ഞാൻ കരഞ്ഞാൽ ഡീസന്റ് പോയി പോയില്ലേ. അതുകൊണ്ട് ആണുങ്ങൾ സങ്കടം വന്നാൽ വിഴുങ്ങും, നെഞ്ചു കെട്ടി ചത്തു. മദീന നിവാസികൾ എല്ലാവർക്കും ഭ്രാന്തളകുമ്പോഴാണ് ഒരു നാദമുണ്ടായത്. നബി തിരുമേനിയുടെ കറുത്ത വംശത്തിൽപ്പെട്ട കാപ്പിരിയായിരിക്കുന്ന ഒരു ശിഷ്യനുണ്ട്. അവന്റെ പേര് ബിലാൽ എന്നാണ്. ബിലാൽ അവിടെ പള്ളിയിൽ കയറിയിട്ട് നടത്തിയ ബാങ്ക് വിളി ചരിത്ര ബാങ്ക് വിളിയാണ്. ആ ബാങ്ക് അന്ന് മുതലാണ് ഈ സങ്കടകരമായ, എവിടെ പോയാലും ഉള്ളൊരു വളരെ ദയനീയമായ ഒരു ബാങ്ക് വിളിയില്ലേ, അവിടെയാണ് ആദ്യം ആ ബാങ്ക് വിളി. ആ ബാങ്ക് വിളി കേട്ടിട്ട് മദീന നിവാസികൾ മുഴുവൻ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവർക്കൊക്കെ മാനസിക രോഗം വരുമായിരുന്നു. ഇതിനെക്കുറിച്ചൊരു പാട്ടുണ്ട് മലയാള സിനിമയിൽ. കാലപ്പഴക്കത്താൽ മായ്ക്കാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ, ഖുറാന്റെ കുളിരിടും വാക്യങ്ങൾ എന്നുമേ കരളിലെ കറകൾ കഴുകിടുന്നു. 1000 കാതം അകലെയാണെങ്കിലും എന്ന പാട്ടിലെ വരിയാണ്. ആ വികാരങ്ങൾ പുറത്തേക്ക് പോണ്ടേ, സങ്കടങ്ങൾ വേണ്ടേ? അപ്പോ നിവൃതം അത് കേൾക്കുകയാണ്. ഉദിച്ചു വരുന്ന ആ ഗാനപ്രകാശത്തിൽ ഈ ലോകം ഉജ്ജ്വല ശോഭം. പക്ഷേ എനിക്കതുപോലെ പാടാൻ പറ്റുന്നില്ല. അലിയിക്കുന്നോ ശിലകളെ ഈശ്വരഗംഗാസരഭസഗമനം, പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ അല്ലാഹു അക്ബർ. അത് തന്നെയാണത്. പ്രഭോ പരാജിത നിലയിൽ നിബദ്ധനിഹ ഞാൻ നിൻ ഗാനത്തിൻ നിരന്തമാകിയ വലയിൽ. അറ്റമില്ലാത്ത ആ സംഗീതത്തിന്റെ വലയിൽ, നാദപ്രപഞ്ചത്തിൽ ഞാനും ഒരു കണ്ണിയാണ്. അതിൽ മാത്രം ഞാൻ ആശ്വസിക്കുന്നു. നിന്റെ നാദത്തിൽ ഞാനും ഒരു കണ്ണിയാണ്. ചെവി കൊണ്ട് കേൾക്കുന്നു, ലോകത്തോട് ശബ്ദത്തിലൂടെ പ്രതികരിക്കുന്നു, കണ്ണിന്റെ പ്രകാശം ഏറ്റുവാങ്ങുന്നു, കണ്ണിന്റെ പ്രകാശം തിരിച്ചു കൊടുക്കുന്നു. കാതും കണ്ണും ഒന്നായി വരുന്ന ആ ഉദയഗാന പ്രകാശം, ആ പ്രകാശത്തെ കുറിച്ചാണ് ഗീതാഞ്ജലിയിൽ പറഞ്ഞിരിക്കുന്നത്. നാദവും നമ്മുടെ സംസ്കാരവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മലയാള ഭാഷ ഉത്ഭവിച്ചത് എവിടെയാ? മലയാള ഭാഷ നമുക്ക് ഈ രാമനെയും കൃഷ്ണനെയും ഒക്കെ എവിടുന്ന് കിട്ടി? രാമനും കൃഷ്ണനും ഇവിടെ വന്നിട്ട് പറഞ്ഞു തന്നോ? ഇല്ല. ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ടാണ്. ദ്രവിഡ സംഘാതാക്ഷര നിബദ്ധം യദുകമോന വൃത്തവിശേഷയുക്തം പാട്ട്. പാട്ടിന്റെ ലക്ഷണം ലീലാതിലകം. ആ പാട്ടുകളാണ്. പാട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ രാമനെ അറിയില്ല. പാട്ടില്ലായിരുന്നെങ്കിൽ അറിയില്ല. നൃത്തവും കലയും ഉണ്ടായപ്പോഴാണ് മണിപ്രവാളം ഉണ്ടായത്, അല്ലേ? ഈ പാട്ടുകളിൽ പാടി നൃത്തം ചെയ്തപ്പോഴാണ് സംസ്കൃത ഭാഷ ഇവിടെയുള്ള തമിഴ്, നമ്മളെല്ലാം ഇവിടെ തമിഴാ, പഴന്തമിഴായിരുന്നല്ലോ, ഇവിടെ അറിയില്ല. നമ്മുടെ തമിഴ് അവർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് അങ്ങ് ഒഡീസയിൽ നിന്നും ബീഹാറിൽ നിന്നെല്ലാം കുറച്ച് നൃത്തക്കാരികളെ കൊണ്ടുവന്ന്, ഭരതനാട്യക്കാരികളെ കൊണ്ടുവന്നിട്ട് കുത്തമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ നൃത്തം ചെയ്യാൻ ആരംഭിച്ചത്. നൃത്തം കണ്ടപ്പോ ആളുകൾ പോയപ്പോ ആ നൃത്തക്കാരികൾ ഈ ബ്രാഹ്മണരുടെ വേശ്യകളായി മാറി, ദേവദാസികൾ കൂത്തച്ചിമാരായി മാറി. ഇങ്ങനെ എന്റെ നാട്ടിലൊക്കെ ഭയച്ചേന ദേഷ്യം വന്നാല് ചില സ്ത്രീകളെ വിളിക്കും, എന്താ കൂത്തച്ചി മോളെ? കൂത്തച്ചി എന്ന് പറഞ്ഞാൽ വേശ്യ എന്നർത്ഥം. കൂത്താടുന്ന അച്ചിമാർ വേശ്യകളായി മാറി. ആ വേശ്യാ തരുണികളെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളുടെ ക്യൂ നിൽക്കുമ്പോഴുള്ള ചുടുനെടുവീർപ്പുകളിൽ നിന്നാണ് മലയാള ഭാഷ ഉണ്ടായത്. സംസ്കൃതവും തമിഴും കൂട്ടിക്കലർന്നിട്ട് ആദ്യത്തെ മണിപ്രവാള സാഹിത്യകൃതികൾ ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, വൈശിക തന്ത്രം,
ചന്ദ്രോത്സവം ഇതൊരു വലിയ തന്ത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്സ് കൂട്ടിയാൽ ആളുകൾ ഇത് ആകർഷിക്കും എന്ന് പറഞ്ഞാൽ ഉണ്ണിയച്ചി, ഉണ്ണിയാടി, ഉണ്ണിച്ചെരുദേവി എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ സൂപ്പർ വേശ്യ സ്ത്രീകളാ. അവരുടെ അംഗോപാംഗ വർണ്ണനകളും അവരുടെ കാമലീലകളും വർണ്ണിക്കുന്നതാണ് ഈ കൃതികൾ. വൈശിക തന്ത്രം എന്ന് പറയുന്നത് മുത്തശ്ശിയായിരിക്കുന്ന ഒരു പഴയ ഓൾഡ് വേശ്യ കൊച്ചുമകൾക്ക് വേശ്യാവൃത്തിയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വൈശിക തന്ത്രം. ചന്ദ്രോത്സവം ഗന്ധർവനും ഒരു ദേവദാസി സ്ത്രീയും തമ്മിലുള്ള കാമലീലകളുടെ വർണ്ണനയാണ്. ഇത് കാണുമ്പോ എങ്ങനെയെങ്കിലും പഠിക്കണം തോന്നുമല്ലോ. അനുഭവമുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഇത് സ്കൂളൊന്നും പഠിപ്പിക്കൂലല്ലോ. കാരണം ഇത് സംഭവം സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് സ്കൂൾ പഠിപ്പിക്കൂല, കോളേജിൽ നിന്ന് പഠിപ്പിക്കും. ഞാനിതൊരു സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോ 2 ചെറുപ്പക്കാർ സ്വകാര്യം എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് ചോദിച്ചു, ആ പുസ്തകം എഴുതിയാൽ കിട്ടുമെന്ന്. കാരണം ഇത് സംഭവം അറിയുന്നത് അല്ലേ. ആ താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടി നൃത്തം ചെയ്യുന്ന കൂത്തമ്പലങ്ങളിൽ അവിടെ കുറെ നാട്ടുകാർ വന്നു. ഇവരും കൂടി വന്നപ്പോ അവിടെ ചേർന്നിട്ട് കണ്ടിട്ടും കേട്ടിട്ടുമാണ് ഒരു വെങ്കല ഭാഷയുണ്ടായത്. മണി സംസ്കൃതം രത്നം, പ്രവാളം പവിഴം, മണിപ്രവാളം സംസ്കൃത ഭാഷയും ഇവിടുത്തെ കേരള ഭാഷ. കേരളമൊന്നുമില്ല അന്ന്. ഇവിടുത്തെ തമിഴിന്റെ ഒരു രൂപം ഇത് ചേർന്നിട്ടുണ്ടായ മണിപ്രവാളമാണ് ആദ്യത്തെ ട്രാൻസ്ഫർമേഷൻ. സംസ്കൃതവും തമിഴിൽ നിന്ന് മാറിയിട്ട് മലയാളത്തിലേക്കുള്ള മാറ്റം കലയിലൂടെയാണ്, വികാരങ്ങളിലൂടെയാണ്. അങ്ങനെ സൃഷ്ടിച്ചു. അതിനെയാണ് പിന്നീട് അതോടുകൂടി പക്ഷേ സാംസ്കാരികമായി നമ്മൾ തകർന്ന് തരിപ്പണമായി. വേശ്യാ തരുണികളുടെ പുറകെ നടക്കലാണ് കേരള സംസ്കാരം എന്നൊരു ധാരണ വരികയും മലയാള ഭാഷയ്ക്ക് ശീലാവതി മലയാളം എന്നൊരു പേര് വരികയും ചെയ്തു. എന്ന് പറഞ്ഞാൽ പെൺമലയാളം എന്ന് ഒരു പേര് വരികയും ചെയ്തു. അപ്പൊ അതിൽ നിന്ന് ആധ്യാത്മിക ദർശനങ്ങളിലേക്ക് ഇവിടെ കൊണ്ടുവന്നത് ശ്രീരാമകവിയുടെ ഊഴിയിൽ ചെറിയവർക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇരാമചരിതം പാട്ടുണ്ടായത്. ഇരാമൻ എന്ന് പറയാൻ കാരണം ദ്രാവിഡ അക്ഷരമാല, തമിഴ് അക്ഷരമാലയ. യാരാലാവ എന്നതിന് ഇരാമൻ, ഇലങ്ക എന്നൊക്കെയാ പറയാ. ഈ കൂട്ടിയിട്ടേ പറയൂ. അങ്ങനെ ഇരാമചരിതം. ശ്രീരാമൻ ശാഷാസാഹ എന്ന സംസ്കൃത അക്ഷരമാലയില്ലാത്തതുകൊണ്ടാണ് ശ്രീരാമൻ എന്ന് പറയുന്നത്. ശ്രീരാമന് ശ്രീരാമൻ എന്ന് പേര് വന്നത്. അങ്ങനെ ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ട്. അത് കഴിഞ്ഞിട്ടോ കൃഷ്ണനെ അറിഞ്ഞത് എങ്ങനെയാ? കൃഷ്ണപ്പാട്ട്. പിന്നെയോ ആധ്യാത്മിക ദർശനങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ? കിളിപ്പാട്ട്. ഈ പാട്ട് കിളിയുമായിട്ട്, ഈ കിളി നമ്മുടെ മലയാള ഭാഷയുടെ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട പങ്കാണല്ലോ കിളി. ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരി എന്തും കിളിയോ. പാർവതിയുടെ തോളത്തൊരു കിളിയുണ്ടെന്നാ ശിവൻ പാർവതിയോട് ഈ കഥ പറഞ്ഞു കൊടുത്ത. ഈ ശിവനെ കൊണ്ട് പാർവതിയോട് കഥ പറഞ്ഞു കൊടുക്കാൻ കാരണം ശൈവ വൈഷ്ണവ സംഘടനകളായിരുന്നു. ഭാരതത്തിൽ വലിയ സംഘടനകൾ നടന്നിട്ടുണ്ട്. ഒരു വേള ദേവാസുര യുദ്ധങ്ങൾ പോലും ശൈവരും വൈഷ്ണവരും തമ്മിലാണ്. കാരണം രാവണൻ ഉഗ്രൻ ശൈവനാ. രാവണകൃത ശിവസ്തോത്രമുണ്ടല്ലോ, രാവണകൃത ശിവസ്തോത്രമാണ് ബാഹുബലി സിനിമയിൽ. ആ വലിയ ശിവലിംഗം എടുത്തിട്ട് ബാഹുബലി പോകുമ്പോൾ ഉള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? വലിയ ബീജിയം വെച്ചിട്ടുള്ള ജടാകടാഹ സംഭ്രമ ഭ്രമം നിലിംബ നിർജരി വിലോലവി ജീവല്ലരി വിശാലമാന മൂർധനി എന്നത് രാവണൻ എഴുതിയെന്നാ പറയപ്പെടുന്നത്. കാരണം രാവണന്റെ കൈ ഈ കൈലാസത്തിന്റെ അടി കുടുങ്ങിപ്പോയപ്പോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശിവനെ സ്തുതിച്ചതാണ് ഈ മന്ത്രം ഉണ്ടായെന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് രാവണൻ നല്ല ശൈവനാ. ശൈവ വൈഷ്ണവ സംഘടനമാണ് രാമരാവണ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ സംഘടനത്തെ സമന്വയിക്കാൻ വേണ്ടിയിട്ടാണ് വൈഷ്ണവ കഥയായിരിക്കുന്ന രാമായണത്തെ ഉമാമഹേശ്വര സംവാദമാക്കി കൊണ്ടുവന്നത്. ഇവര് സമന്വയം ഉണ്ടാക്കാനാണ്. അത് ശിവൻ പറഞ്ഞ കഥയാണ്. ഇപ്പൊ നമ്മള് ദിലീപിന്റെ സിനിമയാവട്ടെ, പൃഥ്വിരാജിന്റെ സിനിമയാവട്ടെ, ആദ്യം തന്നെ മോഹൻലാൽ, താങ്ക്സ് ടു മോഹൻലാൽ എന്ന് കാണിക്കുന്നതിനാ മോഹൻലാലിന്റെ ഫാൻസിനെ ആകർഷിക്കാൻ വേണ്ടി. അതുപോലെയാണ് ഉമാമഹേശ്വര സംവാദം ഉണ്ടാക്കിയിട്ട് ശൈവരും വായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. ശൈവരും വായിക്കട്ടെ, അങ്ങനെ വായിച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ കിളി കേട്ടത്. കിളി തുഞ്ചൻ പറമ്പിൽ വന്നിട്ട് എഴുത്തച്ഛനോട് പറഞ്ഞു. എഴുത്തച്ഛൻ കേട്ടിട്ട് നമ്മളോട് പറഞ്ഞു 4 റിപ്പോർട്ടർ സ്പീച്ചാണ്. 4 റിപ്പോർട്ടർ സ്പീച്ചാണ് രാമായണം അല്ലേ? ഒരാൾ മറ്റൊരാൾ പറയുന്നത് വേറൊരാൾ കേട്ട് വേറെ മൂന്നാമത്തെ ആളോട് പറഞ്ഞു, അയാൾ നമ്മളോട് പറയുന്നു, 4ാമത്തെ ആളാ നമ്മള്. റിപ്പോർട്ടർ സ്പീച്ച്. ആ കിളി എന്താണ്? ഈ കിളിപ്പാട്ടെന്ന് പറയുന്നത് എന്താ? സംസ്കൃത ശ്ലോകങ്ങളുടെ ഛന്ദസ്സുകളിൽ നിന്ന് നമ്മുടെ നാടിന്റെ സ്വന്തം നാടോടി ഗാനങ്ങളുടെ ഈണങ്ങളിലേക്ക്, താളങ്ങളിലേക്ക്, വൃത്തത്തിലേക്ക് കൊണ്ടുവന്നതാണ് കിളിപ്പാട്ട്.
കേകാ, കാകളി, കളകാഞ്ചി തുടങ്ങിയ വൃത്തങ്ങളിലേക്ക് ആധ്യാത്മിക ദർശനങ്ങൾ, ശ്രദ്ധര, കുസുമമഞ്ജരി, അല്ലെ, ശാർദൂല വിക്രീഡിതം തുടങ്ങിയ കട്ടുകട്ടിയായിരിക്കുന്ന ശ്ലോകങ്ങൾ ചൊല്ലി പറയുന്നതിന്റെ ഇടയിൽ, അതിന്റെ ഇടയിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസ്കൃത ശ്ലോകങ്ങൾക്ക് പകരം താരിൽ തന്വീ കടാക്ഷഞ്ചല മധുപകുലാരാമ രാമാജനാനാം നീരിൽ താർബാണ വൈരാകര നികര തമോ മണ്ഡലീ ചണ്ഡഭാനോ നേരത്താതെന്നും നീയന്തൊടുകുറികളയാതെന്നും ഏഷാ കുളിക്കും നേരത്തിന്നിപ്പുറം വിക്രമ നിർവരധരാഹന്ത കൽപ്പന്തതോയേ എന്ന് കാക്കശ്ശേരി ശ്ലോകം ചൊല്ലുമ്പോ ഉദ്ദണ്ണ ശാസ്ത്രികൾക്ക് ആ ഹന്ത എന്ന പ്രയോഗം കേട്ടിട്ട് ഹന്തയ്ക്കിന്തപ്പട്ട് എന്ന് പറഞ്ഞിട്ട് പട്ടുംവളയും കൊടുത്ത കഥയെല്ലാം കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സാമൂതിരിയുടെ സദസ്സിൽ. ഇത്തരത്തിലുള്ള ശ്ലോകങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നമ്മുടെ നാടൻ ശീലികളിലേക്ക്, അതിനാദ്യം എഴുത്തച്ഛനല്ല, പാലാഴി മധുതാൻ പാലിച്ചു പോരുന്ന കോലാദീനാഥനോദയവർമ്മൻ ആജ്ഞയെ ചെയ്യയാൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയ പാട്ട് അല്ലേ? ആ പാട്ട് എന്താ കൈകൊട്ടിക്കളിപ്പാട്ടിൽ വേണ്ട പാടാം, നമ്മുടെ വടക്കം പാട്ടിന്റെ തച്ചോളിപ്പാട്ടുകളുടെ ഇനത്തിലും പാടാം. മഞ്ചരിയുടെ ഒരു കരുത്താണത്. മഞ്ചരിയുടെ കരുത്ത് എന്താ? അത് ഗോപന്മാരെല്ലാരും ഭജനമോരോന്നിൽ ഗോരസമോരോന്നേ പൂരിച്ചപ്പോൾ, ഈ സാധനം കൈകൊട്ടിക്കളിപ്പാട്ടിൽ ഗോപന്മാരെല്ലാരും ഭജനമോരോന്നിൽ ഗോരസമോരോന്നേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരേറിയിട്ട് പാഞ്ഞു തുടങ്ങിനാൻ നന്ദനുമായി എന്ന ഈണത്ത് പാടാ. ഇനി പൂമാതേ പൊന്നമ്മ പാട്ടേട്ടാലേ എന്ന പോലെ ഗോപന്മാരെല്ലാരും ഭജനമോ ഓരോന്നിൽ ഗോരസമോരോന്നേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കയറേറിയിട്ട് പാഞ്ഞു തുടങ്ങിനാൻ നന്ദനുമായി. വടക്കം പാട്ടിന്റെ ഈണത്തിൽ പാടാം. ഗോപന്മാരെല്ലാരും ഭാജനമോരോന്നിൽ ഗോരസമോരോന്നേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരേറിയിട്ട് പാഞ്ഞു തുടങ്ങി. ഇങ്ങനെയും പാടാം. 9 ഈണത്തിൽ പാടാം മഞ്ചരി. 9 ഈണത്തിൽ. ആ ഈണത്തിന്റെ സാധ്യതകൾ പദ്യം. എന്തിനാ പദ്യം? പദങ്ങളെ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് പദ്യം എന്ന് പറഞ്ഞാൽ. കാവ്യം ശ്രാവ്യമാണല്ലോ, ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയല്ലേ? ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയാണ്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പാടിയ മൂകാംബിക പാഞ്ഞു കുന്നുകയറും. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി എന്ന് പാടുമ്പോ നാദാത്മികേ മൂകാംബിക ഡൗൺലോഡ് ആവും. നാദം വേണം. നാദം ഇല്ലെങ്കിൽ ദൈവം ഇറങ്ങി വരില്ല. അതുകൊണ്ടാണ് എല്ലാ പൂജകളും മന്ത്രങ്ങളല്ലേ. മന്ത്രങ്ങളില്ലാതെ ഏതെങ്കിലും ദൈവമുണ്ടോ? മന്ത്രങ്ങളിലൂടെയാണ് എല്ലാ ദൈവങ്ങളെയും ഉണർത്തുന്നതും ആവാഹിക്കുന്നതും മന്ത്രങ്ങളിലൂടെയാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? മന്ത്രം എന്ന് പറഞ്ഞാൽ ചെവിയിൽ ആനന്ദമുണ്ടാക്കുന്ന വിധത്തിൽ രസകരമായ ശബ്ദമാണ്. മന്ത്രിക്കും അല്ലേ? മന്ത്രിമാർക്ക് തന്ത്രിയെന്നും അല്ല, മന്ത്രം അറിയുന്നാക്ക് തന്ത്രിയെന്നും തന്ത്രം അറിയുന്നാക്ക് മന്ത്രി എന്നും പേര് വന്നെങ്ങനെയാന്നൊരു ചോദ്യമുണ്ട്. മന്ത്രം അറിയുന്നവരെ തന്ത്രി എന്ന് വിളിക്കും, തന്ത്രം അറിയുന്നവരെ മന്ത്രി എന്ന് വിളിക്കും. ഈ മന്ത്രി എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ചെവിയിൽ രാജതന്ത്രങ്ങൾ മന്ത്രിച്ചു കൊടുക്കുന്നതുകൊണ്ടാ മന്ത്രി എന്ന് പേര് വന്നത്. തന്ത്രി എന്ന് പേര് വന്നത് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരാൻ, ഡൗൺലോഡ് ആക്കാൻ ചില തന്ത്രങ്ങളുണ്ട്, ചില ആംഗ്യങ്ങളുണ്ട്, ചില മന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ അറിയുന്നതുകൊണ്ടാ തന്ത്രി എന്ന് പേര് വന്നത്. അപ്പൊ മന്ത്രം ഒരു പ്രധാന ഘടകമാണ്. ആരാവിൽ നീ എന്നോടോദിയ അല്ലെ, എത്ര മനോഹരമായിട്ടാണ് ആരാവിൽ ചന്തങ്കമ്പുഴയുടെ വരികൾ. നീ എന്നോടോദിയ രഹസ്യങ്ങൾ, ആ കാതിൽ മന്ത്രിച്ചിരിക്കുന്ന മന്ത്രങ്ങളെ പറ്റി എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ചങ്ങമ്പുഴയുടെ കൃതികളെല്ലാം തന്നെ നമ്മുടെ നാടൻ ശീലികൾ, നമ്മുടെ
നാടൻ വൃത്തങ്ങൾ, ആ വൃത്തങ്ങളെല്ലാം കിളിപ്പാട്ടാണ്. അതാണ് കിളിയുടെ പാട്ട്. അനന്തകരമായ ഈണത്തിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് കിളിപ്പാട്ടെന്ന് പറയാൻ കാരണം. അല്ലാതെ കിളി അങ്ങന്ന് സ്വർഗത്തുനിന്ന് ഇവിടെ പറന്നു വന്നിട്ട് പറഞ്ഞു എന്നല്ല. പിന്നെ ഐതിഹ്യങ്ങളാണ്. വേറൊരു ഐതിഹ്യമുള്ളത്, ഈ വാഗ്വൈഖരിക്ക് കണ്ണുകൊള്ളുന്നവർ, കണ്ണ് തൊട്ടുകൊള്ളുക എന്ന് പറയുന്ന ഒരു അല്ലേ, കണ്ണേറ് തട്ടിയൻ കാൽമുടന്തി എണ്ണയിൽ തൊന്നിങ്ങൊഴിഞ്ഞതായോ എന്ന ആവണിപ്പാടത്തിലെ പിന്നെ ONV-യുടെ വരികൾ ഓർമ്മയില്ലേ? ഈ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് കെട്ടിടം ഉണ്ടാക്കുമ്പോ അല്ലെ 50 കോടി കെട്ടിടം ഉണ്ടാക്കുമ്പോ അതിന്റെ സുരക്ഷ ആരാ ഉണ്ടാക്കുന്നത്? 500 രൂപ ഏതോ കൂടോത്രക്കാരന് കൊടുത്തിട്ട് ഓൻ വരച്ചിട്ടാക്കിയ ആ ചിത്രത്തുമലാണ് ഇതിന്റെ സുരക്ഷ. 50 കോടിന്റെ ബിൽഡിങ്ങിന്റെ സുരക്ഷ. നല്ല എഴുതി വെക്കുന്ന നാട്ടില്ലേ, അതല്ലേ വാഴത്തോട്ടത്തിൽ കോലം വെക്കുന്ന നാട്ടില്ലേ? ആദ്യം നോക്കുന്നത് ഈ കോലത്തിനേക്കും, അപ്പൊ കോലത്തിന് കൊണ്ടോട്ടെ എന്നാണ്. അതാണ് ഇത് ഭയന്നിട്ട് കിളിയെ കൊണ്ട് പാട്ട് പാടിച്ചാൽ എഴുത്തച്ഛനൊന്നും പറ്റൂലല്ലോ. കൊള്ളുന്നത് കിളിക്കായിക്കോട്ടെ. കിളി എന്ന് പറഞ്ഞാൽ ഒരു ലഗ്നം, ഒരു പ്രതീകമായിട്ട് വെക്കുന്നു. ഇങ്ങനെ 2-3 ഐതിഹ്യങ്ങളിലൂടെയാണ് കിളിപ്പാട്ടുണ്ടായത്. പക്ഷെ ഒറിജിനൽ നമ്മുടെ നാടൻ ഈണങ്ങളാണ്. കാരണം കാവ്യം ശ്രാവ്യമാണ്, ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയാണ്. അപ്പൊ ചെവി കൊണ്ട് കേൾക്കുമ്പോൾ 2 തരത്തിലുള്ള കണക്ഷൻ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവുന്നു. ഒന്ന് ചിന്തയും, ഒന്ന് സരസ്വതിയുടെ 2 മുലകളാണ്. സംഗീതവും സാഹിത്യവും സരസ്വത്യ സ്തനദ്വയം ഏകമാവാദ മധുരം പരമാലോചനാമൃതം. സംഗീതത്തിന് വ്യാഖ്യാനങ്ങൾ വേണ്ട. ലാ 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 എന്ന് പറയുമ്പോ ലാക്ക് എന്താ അർത്ഥം? ഒന്നും വേണ്ട. അത് ആവാദ മധുരമാണ്. അതുകൊണ്ടാണ് ലായും ഈ മധ്യമാക്ഷരങ്ങൾ അമ്മമാര് ഈ ഭാഷാശാസ്ത്രവും ഫോണറ്റിക്സും സ്വനശാസ്ത്രവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ അമ്മമാരാണ് ആദ്യത്തെ ഫോണറ്റിക്സ് പഠിപ്പിച്ചവർ. അവര് ഈ തമിഴിൽ നിന്ന് മലയാളം രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ കുട്ടികളെ ഉറക്കുന്ന അമ്മമാര് സംസ്കൃതത്തിന്റെ വ്യഞ്ജനാക്ഷരങ്ങൾ കാഖാ കാഖാ സ്വരം മതിയോ? ആ ഈ ഊ പോരല്ലോ. അപ്പൊ സ്വരവും പറ്റൂല, വ്യഞ്ജനവും പറ്റൂല. അതിന്റെ മധ്യമത്തിൽ 4 അക്ഷരമുണ്ട്. ആ 4 അക്ഷരങ്ങളാണ് അമ്മമാര്. ഈ ഭാഷാശാസ്ത്രം പഠിച്ചിട്ടല്ല, ആ 4 അക്ഷരങ്ങളെ കൊണ്ടാണ് താരാട്ട് പാടുന്നത് അമ്മമാരല്ലേ. തമിഴ്നാട്ടിൽ നിന്ന് പാടുന്ന ഏറ്റവും കൂടുതൽ പാട്ട് യാ 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 നയാ. നമ്മള് രാരീ രാരീരം രാരോ രാ ലാ 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 വാവേ വാവം വാവോ യാരാലാവ. മധ്യമാക്ഷരവും താരാട്ടുപാട്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? അതിന്റെ നാദത്തിന്റെ അതിന്റെ സാധ്യത ഉപയോഗിച്ചിട്ടാ കുട്ടികൾക്ക് കേൾക്കാൻ സുഖമുള്ള കാവ്യം ശ്രാവ്യമാകുന്നത്. അതിന് നല്ല പച്ചയായിട്ട് നമുക്കൊരു ഉദാഹരണമുണ്ട്. കാളിദാസൻ വള്ളത്തോൾ വയലാർ, ഇതിന് 3 എടുക്കുക. അതിൽ സംഗീതം ചേർക്കുമ്പോൾ ഒരു മാറ്റം നിങ്ങൾ നോക്കിക്കോ. കാളിദാസൻ കുമാരസംഭവത്തില് പാർവതിയെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. പാർവതിയുടെ തപസ്സിനെ വർണ്ണിക്കുന്നു. എന്തൊരു മനോഹാരിതയാണ്! പാർവതിയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പാർവതിയുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഒരു മഴത്തുള്ളിയുടെ റൂട്ട് വർണ്ണിച്ചു. ഒരു മഴത്തുള്ളി പാർവതിയുടെ കൺപീലികളിൽ വന്ന് വീണിട്ട് സ്ഥിതാക്ഷണം പക്ഷ്മസു താടിതാധര ഇങ്ങനെ റൂട്ട് വർണ്ണിക്കുക കാളിദാസൻ. ഇത് വള്ളത്തോള് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കുമാരസംഭവത്തിന്റെ വിവർത്തനത്തിൽ ഇങ്ങനെയാ പറഞ്ഞത്: ക്ഷണമിമകളിൽ നിന്നടർന്നു തല്ലി ചുണ്ടിൽ കുളിർമുല മേലഥ വീണുടൻ തകർന്ന് വലികളിലിടറി നാഭിച്ചുഴിയിലിറങ്ങി നവീന വർഷബിന്ദു. ഇതാണ് വള്ളത്തോളിന്റെ വിവർത്തനം. ഇനി ഇതൊരു സിനിമാ പാട്ടിൽ വയലാറ് കയറ്റിയത് നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമാണ്. കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമല കൂമ്പുകൾ നുള്ളി മാറിൽ വീണ് തകർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി പൊക്കിൽ കുഴിയിൽ തടാകമായൊരു പവിഴമഴത്തുള്ളി പണ്ടു ശ്രീ പാർവതിയെ പോലെ നിന്നെയും പുഷ്പിണിയാക്കി പനി നീർമഴ പൂമഴ തേന്മഴ എന്ന പാട്ടിൽ ഈ സാധനത്തെ കയറ്റി നോക്കൂ. നമുക്ക് ഏതാക്ക പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. മറ്റത് ഇരുന്ന് ചിന്തിക്കുന്ന വേറെ ഒരു പണിയില്ലാത്തവർ വള്ളത്തോളും. നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ഈ സാധനം ആ കാളിദാസന്റെ പാർവതിയെ നമുക്ക് ശബ്ദത്തിൽ ചാലിച്ചിട്ട് യേശുദാസിന്റെ നാദവും കലർത്തിയിട്ട് നമുക്ക് തന്നില്ലേ? ഇവിടെയാണ് നാദത്തിന്റെ സംഗീതത്തിന്റെ പ്രസക്തി.
കവിതയ്ക്കൊരു താളമുണ്ട്. ആ താളമാണ് വൃത്തം എന്ന് പറയുന്നത്. ആ താളം എന്ന് പറയുന്നത് കട്ടക്കട്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ട്രാക്ടർ പോകുന്ന ശബ്ദം പോലെയാണ് ഏത് സംസ്കൃത ശ്ലോകങ്ങൾ. ട്രാക്ടർ പോകുന്ന താളാക്ക കുലുങ്ങി. എന്നാൽ ഒരു ഇന്നോവ കാറ് പോകുന്നത് പോലെയാണ് നമ്മുടെ ഈ ഭാഷാവൃത്തങ്ങൾ. നല്ല സുഖമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ കാവ്യം സുഗേയം. അത്ര മനോഹരമായിട്ടാണ് അതിനെപ്പറ്റി പറഞ്ഞത്. കാവ്യം സുഗേയം. എന്താ സുഗേയം? ഗേയം പാടാൻ പറ്റിയതാണ്. ഗേയം ഗാനത്തിന് പറ്റിയത്. സുഗേയം നന്നായി പാടാൻ പറ്റിയത്. കാവ്യം സുഗേയം കഥരാഗവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ പാടുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലത്തിക്കിനി എന്തു വേണം എന്ന വള്ളത്തോളിന്റെ തോണിയാത്രയിലെ മനോഹരമായ വരികളാണിത്. സുഗേയമാണ്. ആ സുഗേയമാകുമ്പോ നമ്മുടെ സാധാരണ ധാരണകളുടെ കവാടബന്ധനം നടത്തി അദ്വിതീയമായൊരു കാൽപ്പനിക സാങ്കല്പിക ലോകത്തിലേക്ക് മനുഷ്യന്റെ അന്തരാത്മാവിനെ ഉണർത്താൻ കഴിയുന്ന പ്രത്യേകത നാദത്തിനുണ്ട്. ആ നാദത്തിന്റെ സാധ്യതകൾ മലയാള ഭാഷ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയത് ചങ്ങമ്പുഴയുടെ കാലഘട്ടത്തോടുകൂടിയാണ്. ആശാനെയും വള്ളത്തോളിനെയും ഉള്ളൂരിനെയും മറന്നിട്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ അവരുടെ കാവ്യങ്ങൾ സംസ്കൃത ശ്ലോകങ്ങള് ഒരു ട്രാക്ടറിന്റെ കുലുക്കമാണെങ്കിൽ ഒരു സാധാരണ ബസിന്റെ കുലുക്കത്തിലേക്ക് ആധുനിക കവിത്രയങ്ങളുടെ കവിതയിലേക്ക് വന്നു. അവിടുന്ന് ഇങ്ങോട്ട് ചങ്ങമ്പുഴയിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഇന്നോവയുടെ സ്മൂത്ത് മൂവിങ്ങിലേക്ക് കവിതയെ മാറ്റിയെടുത്തത്. അതുകൊണ്ട് ആർക്കും അതിന്റെ പ്രാസപ്രയോഗങ്ങളാവട്ടെ, അതിന്റെ ശബ്ദഭംഗികളാവട്ടെ, ശബ്ദം ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങി എന്ന് കേൾക്കുമ്പോ കനകച്ചിലങ്ക കിലുങ്ങി എന്നങ്ങാറ്റ് ഇംഗ്ലീഷിലേക്ക് ഏതെങ്കിലും ഒരുത്തൻ അതേ ഭാവത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് നോബൽ സമ്മാനം കൊടുക്കണം. അവോ കനകച്ചിലങ്ക കീലുങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇംഗ്ലീഷ് നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയാട്ടെ. അതിന്റെ മൂല്യം മുഴുവൻ ചോർന്നു പോകും. കാരണം അതിൽ ശബ്ദഭംഗി, മലയാളിത്വത്തിന്റെ, നമ്മുടെ മണ്ണിന്റെ മണമുള്ള ഒരു ശബ്ദഭംഗിയുണ്ടതിന്. ആ ശബ്ദഭംഗിയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്വിതീയമായിരിക്കുന്ന ഒറ്റപ്പത്തിയൊടായിരം ഉടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം. ലോക ക്ലാസിക്കുകളിൽ ഇത്രയും മനോഹരമായി വരികയുണ്ടോന്ന് എനിക്ക് സംശയമാണ്. സാധാരണ ഒരുപാട് മുടിയെപ്പറ്റി വർണ്ണിക്കാറുണ്ട്, ഒരുപാട് തലകളുള്ള പാമ്പിനെ പറ്റി പറയാറുണ്ട്. എന്നാ ഒരു തലയും 1000 ഉടലുള്ള പാമ്പിനെ മറ്റാർക്കും അവതരിപ്പിക്കാൻ കഴിയില്ല. ഒരു തലയും 1000 ഉടലുള്ള പാമ്പ്, ഒറ്റപ്പത്തിയോട് 1000 ഉടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം. ചന്ദനലതയിലതോ മുഖശയനം ചന്തമൊടിങ്ങനെ ചെയ്യുമ്പോൾ വിലസി വിമലെ ചെറിയൊരു പനി നീരലർച്ചൂടിയ നിൻ ചിഗുരഭരം. തന്റെ പ്രേയസിയുടെ മുടിക്കെട്ട്, അറ്റം കെട്ടിയിട്ട മുടിക്കെട്ട്, ആ അറ്റമാണ് ഒരു തല, ഉടല് മുടി. 1000 ഉടലുള്ള മുടി പാമ്പിന്റെ ഉടല്, തല അതിന്റെ തുമ്പ് കെട്ടിയിട്ട ആ മുടി. ആ മുടിയിൽ ഒരു ഒരു പനിനീർ ദളം ചൂടിയിരിക്കുന്നത്, ഒരു പത്തിയും 1000 ഉടലുള്ള ഒരു പാമ്പ് ചന്ദനവള്ളിയിൽ തലകീഴായി കിടക്കുന്നത് പോലെ. എന്റെ അമ്മോ, ഇങ്ങനെയൊരു സങ്കല്പം ആർക്കവതരിപ്പിക്കാൻ പറ്റും? വിലസി വിമലെ ചെറിയൊരു പനിനീർ അൽചൂടിയ നിൻ ചിഗുരഭരം. മലയാളികളുടെ സൗന്ദര്യത്തിന്റെ സങ്കല്പം തീർത്തത് ഈ ഒരു കവിതയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ത്രീകൾ എത്ര കാലം പിടിപെട്ടിട്ടാന്നറിയോ പിന്നെ ഈ ഷാമ്പൂ തേച്ചിട്ട് പാറുന്ന മുടിയാക്കിയത്. മനസ്സിലായോ? അറ്റം കെട്ടിയിട്ട നമ്മുടെ മനോഹരമായ ഒരു സിനിമ പാട്ട് തന്നെയുണ്ട് അല്ലേ, സുന്ദരി. ഞാൻ നിർമ്മലഗിരി കോളേജിൽ പഠിക്കുമ്പോ ഹിറ്റ് പാട്ടായിരുന്നു. സുന്ദരി ആ സുന്ദരി ആ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിത്തളിരില ചൂടി തുഷാരഹാരം
മാറിൽ ചാർത്തി കാരുണ്യമേ നീ വന്നു. ഈ പാട്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ അന്നത്തെ പ്രണയസങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയത്. ഞാൻ കഴിഞ്ഞ കൊല്ലം അതേ കോളേജിൽ വേറൊരു പരിപാടിക്ക് പോയി. അവിടെ പോയപ്പോ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. സുന്ദരി പാട്ട്, പുതിയ മോഡൽ. സുന്ദരി പെണ്ണേ ഹോ ഹോ ഹോ, അട്ടഹാസം അട്ടഹാസം, ഹോ ഹോ ഹോ, അതാണ് അട്ടഹാസം. ഞാൻ ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ ആ പാട്ടുകളുടെ കൂട്ടത്തിൽ നമ്മുടെ പാരമ്പര്യമുള്ള മണ്ണിന്റെ മണമുള്ള ഈ വൃത്തങ്ങളും ഈണങ്ങളും ചേർന്നിട്ടുള്ള സൗമ്യതയുടെ, ശാലീനതയുടെ മാർഗം നമ്മൾ വിട്ടുകളയാൻ പാടുണ്ടോ? നമുക്ക് ശാലീനത എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് ഫോട്ടോയിൽ എടുക്കേണ്ടതും ഷെയർ ചെയ്യേണ്ടതും മാത്രമാണോ? നമുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാൻ, ഈ ശാലീനത അനുഭവിക്കാൻ നമുക്ക് നാദങ്ങൾ കൂടിയേ തീരൂ. കവിതകളോ, ഹൈക്കു കവിതകളുടെ കാലമാണിത്. ആ കവിതകളിൽ നമ്മുടെ കേരളത്തിന്റെ പ്രകൃതിയും കേരളത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളും കേരളത്തിൻ്റെതായിരിക്കുന്ന ഈ നാദവൈവിധ്യവും കൂടിക്കലർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത്രയും മനോഹരമായ കവിതകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. നല്ല കവിതകളുണ്ട്. നമ്മളെ ചില മാമന്മാരുണ്ട്, പണ്ടത്തൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. എന്റെ നാട്ടിലൊരു കഥാകൃത്തുണ്ട്. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും മനോഹരമായ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാകൃത്ത. പക്ഷെ അദ്ദേഹം കവിതകളെ പറ്റിയിട്ട് പണ്ട് ONV മാത്രം കവിതയുള്ളത്, വൈലോപ്പള്ളിക്ക് മാത്രമേ കവിത എഴുതാൻ പറ്റിയിട്ടുള്ളൂ, പുതിയതൊന്നും കവിതയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കഥ എഴുതി. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വന്നു. എന്റെ അമ്മോ, ഇങ്ങനെയൊരു പൊട്ടക്കഥ ഞാൻ ഇപ്പൊ അടുത്തൊന്നും വായിച്ചിട്ടില്ല. അയാൾ പണ്ട് എഴുതിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എഴുതിയത് മോശം നന്നാവണമെന്നുണ്ടോ? ഇപ്പൊ എഴുതിയ കവിതകൾ, നല്ല കവിതകൾ അദ്ദേഹം കാണുന്നില്ല. നല്ല കവിതകൾ, വളരെ രസകരമായ PK പാറക്കടവിന്റെയും സോമൻ കടലൂരിന്റെയും അതുപോലെ പവിത്രൻ തീക്കുനിയുടെയും ഒക്കെ കവിതകൾ, ഗംഭീരമായ കവിതകളുണ്ട്, നല്ല കവിതകളുണ്ട്. റഫീഖ് അഹമ്മദിന്റെ കവിതകളുണ്ട്. അതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. പക്ഷെ ആ കവിതകളിൽ ഉള്ള പ്രശ്നം എന്താ? എന്തുകൊണ്ട് അത് ജനകീയമായി സംവദിക്കപ്പെടുന്നില്ല? കവിതകൾ കാനനച്ചായയിൽ ആടുമയിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന വരി അറിയാത്തവൻ മലയാളിയല്ല. അതുപോലെ എല്ലാവർക്കും അറിയുന്ന ഒരു വരി എഴുതാൻ ഒരു കവിക്കും കഴിയാതിരിക്കുന്നത് ആ വരി കാനനച്ചായയിൽ ആടുമയിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അതിലൊരു നാദവുമുണ്ട്, ഒരു ഈണവുമുണ്ട് എന്നതുകൊണ്ടാണ്. പാടില്ല പാടില്ല നമ്മെ നമ്മൾ, ആ നാദത്തിലൂടെ മലയാളി നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ, നിന്നെ ഒരിക്കൽ കൊണ്ടുപോകാം പ്രണയത്തെ നിഷേധിക്കാതെ, ഇന്നിപ്പോ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ക്ഷമയോടുകൂടി പ്രണയത്തെ കൈകാര്യം ചെയ്യാനുള്ള പാഠങ്ങളായിരുന്നു അന്നത്തെ മലയാളിക്ക് ചങ്ങമ്പുഴ കൊടുത്തത്. ഇതേ പാട്ട് ഇന്ന് സിനിമയിലേക്ക് വന്നപ്പോ ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടുമീക്കാൻ കാടിനുള്ളിൽ, അടുത്തതാ ഒരു പുന്നാരെ ഒരു പുന്നാരെ എന്നാൽ പ്രണയം കാമമായി അത്യാർത്ഥിയായിട്ട് എത്രയും പെട്ടെന്ന് പ്രണയം അതിന്റെ സ്വാഭാവികമായ പരിസമാപ്തിയിലേക്ക് പോകാനുള്ള, പ്രണയം കഴിയുന്നത് വരെയുള്ള രസമാണല്ലോ പ്രണയം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. നമ്മൾ മലയാളികൾ കല്യാണം കഴിഞ്ഞവരെ 100 പ്രാവശ്യം ഐ ലവ് യു എന്നയക്കൂ. കല്യാണം കഴിഞ്ഞാൽ ഒരു തവണ വയ്ക്കൂ. വിവാഹം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഐ ലവ് യു എന്നോ ഐ ലൈക്ക് യു എന്നോ പറയുന്ന സ്വഭാവം നമുക്കില്ല. പിന്നെ എന്ത് പുരോഗമനവാദമാണ് നമ്മുടെ ഇടയിൽ? എന്താ കല്യാണം കഴിഞ്ഞാൽ ഐ ലവ് യു പറയാത്തതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ഇതുപോലൊരു പരിപാടി പ്രസംഗിക്കുമ്പോൾ ചോദിച്ചപ്പോ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വിവാഹത്തിന് ശേഷം എന്താ ഐ ലവ് യു പറയാത്തതെന്നറിയോ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാ പറഞ്ഞു. അപ്പൊ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഈ പ്രചരണമാണ് ഐ ലവ് യു എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നല്ലേ, അല്ലേ? ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ള തട്ടിപ്പാണിത്. അപ്പോ ഇപ്പോ അതിന്റെ സ്വാഭാവികമായ പ്രണയത്തിന്റെ പരിസമാപ്തിയിലേക്ക് രണ്ടാത്മാക്കൾ ഇണചേരുന്ന ആ മനോഹരമായ ദിവ്യമായ അവസ്ഥയാണ് പ്രണയം എന്നതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോ എത്രയും പെട്ടെന്ന് രതിമൂർച്ചയിൽ എത്തിച്ചേർക്കലാണ് പ്രണയമെന്ന് ധരിച്ചു പോയതാണ്. പുതിയ പാട്ടിൽ പറയുന്നു, ഒരു പുന്നാരെ ഒരു പുന്നാരെ. പാടില്ല, കാത്തു നിൽക്കാം എന്നല്ല, ഇപ്പൊ തന്നെ പോവാ, സ്പെഷ്യൽ പിടിക്കാം, റൂം എടുക്കാം, എന്നിട്ട് പ്രണയിക്കുന്നു, റൂം എടുക്കുന്നു, 4 ദിവസം കൊണ്ട് ഒന്നിക്ക് കൊല്ലുന്നു, പിരിഞ്ഞു പോകുന്നു. പ്രണയ വിവാഹങ്ങൾ നല്ലതാണ്, പക്ഷേ ദുരന്തത്തിലേക്ക് പോകുന്നു. നമ്മുടെ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ എടുത്ത പ്രണയ വിവാഹങ്ങളിൽ ഒരു സർവേ നടത്തി നോക്കുമ്പോ അതൊന്നും പ്രണയമായിരുന്നില്ല, കാമമായിരുന്നു. കാരണം ആ പ്രണയത്തിൽ മാംസമേ ഉള്ളൂ, നാദമില്ല, കവിതയില്ല. പ്രണയത്തിൽ നാദവും കവിതയും വേണ്ടേ?
പ്രണയത്തിൽ നാദവും കവിതയും വേണ്ടേ? ആ നാദവും കവിതയും ഇല്ലാത്തത് കൊണ്ടാണ് കാമുകി വേറിയൊരുത്തൻ ഓനെ തേച്ചു പോയാ കുത്തി കൊല്ലുന്നു. ഇല്ലേ? എത്രയാണ് കൊലപാതകങ്ങൾ! ആസിഡ് ബൾബ് എറിയുന്നു, ആസിഡ് ഒഴിക്കുന്നു. കാരണം അവൻ പ്രേമിച്ചത് അവളുടെ ആത്മാവിനെ. എല്ലാരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ എന്നൊരു കാമുകൻ ഇന്ന് പാടുന്നില്ല. ആത്മാവിന്റെ സൗന്ദര്യത്തെ പ്രേമിക്കുന്നില്ല. പിന്നെന്താ പ്രേമിക്കുന്നത്? നിന്റെ ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകളെ, നിന്റെ റോസ് പൗഡർ ഇട്ട കവിളുകളെ, നിന്റെ ഷാമ്പൂ പൂശിയ മുടിയെ, നിന്റെ കൊടപുറത്ത് കാണുന്ന ജീൻസിനെയാണ് ഞാൻ പ്രേമിക്കുന്നത്. അല്ലേ? അതിനെയാണ് എനിക്ക് പ്രേമം. ഉപരിപ്ലവമായി ശരീരത്തെ മാത്രം പ്രേമിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രേമം, ആ ശരീരം മറ്റൊരാൾ കൊണ്ടുപോകുമ്പോ ആ ശരീരത്തെ നശിപ്പിക്കാൻ കത്തിയുമായിട്ട് പോകുന്നു, ആസിഡുമായി പോകുന്നു, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു. കാരണം പ്രണയം മാംസനിബദ്ധമാകുന്നു. ധ്രുവമിഹ മാംസനിബദ്ധമല്ല രാഗം എന്ന് അവൻ അസ്ഥിശേഷനാണ്. ആര്? മദനൻ. എന്നിട്ടും അവൻ അവളെ അഞ്ഞു നോക്കി നിന്നു. കാരണം ധ്രുവമിഹ മാംസനിബദ്ധമല്ല രാഗം. ശരീരത്തിൽ കുടികൊള്ളുന്നതല്ല, നാദത്തിലും സ്വപ്നത്തിലും ഈണത്തിലും കുടികൊള്ളുന്നതാണ് പ്രണയം. ആ പ്രണയത്തെ കവിതയിലേക്ക് ചാലിച്ചതായിരുന്നു ചങ്ങമ്പുഴ. അതാണ് ഇന്ന് അതില്ലാത്തത് കൊണ്ട് ആത്മസൗന്ദര്യത്തെ കാണുന്നില്ല. പിന്നെ എന്ത് സൗന്ദര്യ? ബാഹ്യ സൗന്ദര്യത്തെ കാണുന്നു. അതുകൊണ്ട് ബാഹ്യ സൗന്ദര്യത്തെ നശിപ്പിക്കുന്നു. പണ്ട് ആ ശരീരം മറ്റൊരാൾ കല്യാണം കഴിച്ചു പോയാൽ, അന്ന് പ്രണയം പറയാനായിട്ട് എത്ര കാത്തു നിൽക്കണം. ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പ്രേമം മുട്ടിടുന്ന കാലം 10ാം ക്ലാസ്സിലായി. ഇപ്പൊ 5ാം ക്ലാസ്സിലായി. കാരണം ഹോർമോൺ മാറിയല്ലോ. അന്ന് ഞങ്ങൾക്ക് ചക്കക്കുരും വെള്ളരിക്കൊണ്ട് കറി വെച്ചതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? ഇന്ന് എത്രയോ മാംസം, എത്രയോ നല്ല ഹോർമോൺ ഉണ്ട്. അതുകൊണ്ട് വളരെ നേരത്തെ പെൺകുട്ടികൾ ഋതുമതികളാകുന്നുണ്ട്, ആൺകുട്ടികൾക്ക് പ്രണയക്കുരു പൊന്തുന്നുണ്ട്. അതുകൊണ്ട് അന്ന് ഞങ്ങൾ 10ാം ക്ലാസ്സിലെത്തുമ്പോ ആരാദ്യം പറയും എന്ന് വിചാരിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. അവസാനം സെന്റ് ഓഫ് ആയ ദിവസമാണ് ആകെ സങ്കടപ്പെട്ടിട്ട് ഫോട്ടോഗ്രാഫിൽ കരയെ മറന്നാലും കടലിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതി കൊടുത്ത് 2 ബൈക്ക് പോയി. അന്ന് ഫോണില്ല, ഫേസ്ബുക്കില്ല, വാട്സപ്പില്ല, പിന്നെ ഒരു വിവരമില്ല. കല്യാണം കഴിഞ്ഞ് പോയി. ഇപ്പോ ഫേസ്ബുക്കും വാട്സപ്പിലും ഉണ്ടായി. മക്കളായതിനു ശേഷം ആ ചരക്കൽ എവിടെയുണ്ട് അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുക. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളാ അല്ലെ? എല്ലായിടത്തും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളായി. തെറ്റല്ല, നല്ല കാര്യം കേട്ടോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടക്കുന്നത് നല്ല കാര്യമാണ്. ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തവർക്ക് ആയുസ് കൂടുന്നുണ്ടെന്നാ പറയുന്നത്. ആരെങ്കിലും കൂടെ ഉണ്ടെന്നൊരു ചിന്തയുണ്ടാവുമല്ലോ. അപ്പൊ ഒരു വികാസം ഉണ്ടാകും, മനസ്സിന് ഒരു പ്രതീക്ഷയുണ്ടാവും, സങ്കടങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. അന്ന് കാമുകി വേറെ ഒരുത്തന്റെ കൂടെ കല്യാണം കഴിച്ച് പോയാലും ദൂരെ നിന്ന് കാമുകൻ അവന് കത്തിയെടുത്ത് കുത്താനല്ല, മംഗളം നേരുമായിരുന്നു. അല്ലേ? അലിഞ്ഞു ചേർന്ന ശേഷം ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ എന്ന് പാടുന്ന കാമുകൻ. ഇന്ന് ഞാൻ ആസിഡ് ബൾബ് എറിയുന്നു ഞാൻ എന്ന് പറയുന്ന കാമുകൻ. നിനക്ക് മക്കളില്ലാണ്ടായി പോട്ടെ എന്ന് ശപിക്കുക കാമുകന്മാര്. മക്കളില്ലാണ്ടായി പോട്ടെ. എന്നാൽ അന്നോ നിനക്ക് ഒരുപാട് മക്കൾ ഉണ്ടാവട്ടെ. ആ പുണ്യദാമ്പത്യ വർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ എന്ന് പാടുന്ന കാമുകൻ. കാരണം മാംസനിബദ്ധമല്ലായിരുന്നു അന്നത്തെ ജീവിത നിബദ്ധമായിരുന്നു. ആ ജീവിതം ഗാനമായിരുന്നു. ആ ജീവിതത്തിന്റെ ഗാനം സംഗീതമീ ജീവിതം ഒരു മധുര സംഗീതമീ ജീവിതം ഒരു മധുര സംഗീതമീ ജീവിതം. ആ ജീവിതത്തിൽ ആരാഗത്തിൽ ലേശം അനുരാഗം വേണം, ആരോമലാളൊന്ന് തേറ്റുപാടേണം. ആ സംഗീതമായിരുന്നു ജീവിതം കൃഷിയും പോലും ജീവിതമായിരുന്നു. ഏറ്റവും മികച്ച കുട്ടി കർഷകൻ അവാർഡ് കിട്ടി എന്റെ നാട്ടിലൊരു കുട്ടിക്ക്. ആ കുട്ടിയുടെ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഞാൻ പോയപ്പോ ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ പ്രസംഗം ആ കുട്ടിയുടെ മറുപടി പ്രസംഗമായിരുന്നു. ആ കുട്ടി പറഞ്ഞു, എന്റെ അപ്പൂപ്പൻ എപ്പോഴും ഒരു പാട്ട് പാടാറുണ്ട് വീട്ടിൽ നിന്ന്. ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞു, മോനെ പാട്ട് പാടും. അവൻ പാടി,
ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാന് പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി. വീണക്ക് പകരം ഇന്നാണെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ അല്ലെ ഒരു ആപ്പിൾ ഫോൺ കൊടുത്തു എന്ന് വിചാരിക്കുക. തങ്ക സ്വപ്ന ശതങ്ങളാം തന്ത്രികൾ കെട്ടി അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പൂരട്ടി ആർത്തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ ഗാനങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. രാത്രിയും പകലും മീട്ടലല്ലേ ഇപ്പോ സംഭവം, ഇതാണെന്നേ ഉള്ളൂ. ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നുപോയി. ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. വിശന്നപ്പ പാട്ടു നിർത്തി. കാത്തുനിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മന്നിതിന്റെ മകനായിട്ടവനിറങ്ങി. ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ കൃഷിയിലേക്ക്, ഇനിയാണ് നമ്മുടെ കേരളത്തിന്റെ തനത് പാരമ്പര്യത്തിലേക്ക് വരുന്നത്. ഈ അധ്വാനം പാട്ടും പാടി ഇരുന്നാ പോരാ, കൃഷി ചെയ്യണല്ലോ. ഈ കൃഷിയെയും പാട്ടിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് താളമുണ്ടായത്. ശ്രദ്ധിക്കണം, കൃഷിയും നമ്മൾ സംസ്കൃതത്തിൽ ആര്യന്മാർ താണ്ഡവത്തിൽ നിന്ന് താ, ലാസ്യത്തിൽ നിന്ന് ലാ, താളം അങ്ങനെ ഉണ്ടായി എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാൻ താളം കണ്ടത് നാട്ടി നടുന്ന, ഇവിടെ പറയോ നാട്ടി, ഞാറ് പൊരിച്ചിട്ട് നാട്ടി, കൊടി നാട്ടി എന്ന് പറയും പോലെ നാട്ടി പൊരിച്ചു നടുന്ന പ്രക്രിയയിലെ അതിന് ഞങ്ങളുടെ നാട്ടി എന്ന് പറയാം. അതിന് പാടുന്നൊരു പാട്ടുണ്ട്, നാട്ടിപ്പാട്ട്. ആ നാട്ടിപ്പാട്ട് എന്താ, എന്തിനാണിത് പാടുന്നത്? ഇതെല്ലാരും ഒരേ ലെവലിൽ നടണം. അല്ലാതെ ഒരാൾ സ്പീഡ് കൂട്ടിയിട്ടും ഒരാൾ സ്പീഡ് കുറച്ചിട്ടും നട്ടാൽ എന്താ കുഴപ്പമെന്നറിയോ? ഇന്ത്യന്റെ ഭൂപടം വരച്ച പോലെ ആയിരിക്കും. കുറെ ആളങ്ങ് മേലെ, കുറെ ആളങ്ങ് ബംഗ്ലാദേശിലുണ്ടാവും, കുറെ ആളങ്ങ് ഗുജറാത്തിലുണ്ടാവും, കുറെ ആളങ്ങ് കന്യാകുമാരിയിലുണ്ടാവും. ലെവല് ഒത്തുവരില്ലല്ലോ. അതിനു പകരം കൈതേരിയടമ്പാണേ കുഞ്ഞിക്കണ്ണൻ, കൈതേരിയടമ്പാണേ കുഞ്ഞിക്കണ്ണൻ, പടിഞ്ഞിറ്റ പഞ്ചാര കട്ടുമ്മേല്, പടിഞ്ഞിറ്റ പഞ്ചാര കട്ടുമ്മേല്, ലച്ചുന്റെ കൈയും പിടിച്ച് കണ്ണൻ, ലച്ചുന്റെ കൈയും പിടിച്ച് കണ്ണൻ എന്ന് പറഞ്ഞിട്ട് നാട്ടിപ്പാട്ട്. ഇതെന്തിനായി പാടുന്നത്? കൈതേരിയടമ്പാണേ എന്ന് പറയുമ്പോഴാണ് ഒന്ന് ഊന്നുക. കൈതേരിയടമ്പാണേ, അപ്പൊ എല്ലാരും അന്നേരം ഊന്നി, ലെവലായോ. പടിഞ്ഞിറ്റ പഞ്ചാര അടുത്ത ഊന്നി, ലച്ചുവിന്റെ കയ്യും പേടി. ഈ താളമൊപ്പിക്കാനാണ് കൃഷിപ്പാട്ടുകൾ ഉണ്ടായത്. കൃഷിപ്പാട്ടുകൾ ഉണ്ടാവുന്നു. ആ പാട്ടുകൾ ഒരേ ലെവലിൽ ഒത്തുവെച്ചിട്ട് പാടുന്നു. ഒന്ന് താളമൊപ്പിക്കാൻ, രണ്ടാമത് വികാരങ്ങളുടെ വിരേചനം നടത്താൻ പാട്ടുകൾ ഉണ്ടായിരുന്നു. പണിയെടുത്ത് തളർന്നു വരുമ്പോ തമ്പുരാന്റെ വീട്ടിൽ, ജമ്മിയുടെ വീട്ടിൽ പോയാൽ ഒരു പാത്രത്തിൽ വെള്ളം പോലും തരാത്ത തമ്പുരാന്റെ സങ്കടമാണ്. 100 കാതോം വഴി നടന്ന് തൊണ്ട പൊട്ടി വന്ന നേരോ ഒരടക്കാ തോട് വെട്ടി തണ്ണിതായോ തമ്പ്രാക്കളെ. ഒരടക്കേന്റെ തോട്ടിൽ, പാത്രത്തിൽ വേണ്ട, ഒരടക്കയുടെ തോട്ടിൽ വെള്ളം താ. അപ്പൊ തമ്പുരാൻ പറയാ, തണ്ണി താണ്ടേ കെട്ടിന്റെ അകത്ത്, പാള താണ്ടേ കങ്ങുമ്മേല്, കാരി താണ്ടേ തൊണ്ടുമ്മേല്, കോരിക്കുടി കോരിക്കുടി. പാത്രം തരൂല, വെള്ളം തരൂല. തണ്ണി കിണറ്റിലുണ്ട്, ആ തണ്ണി കോരണമെങ്കിൽ പാള വേണം. കൗങ്ങിന്റെ പാള പൊളിച്ച് കോട്ടിയിട്ട് അതിന് കെട്ടാൻ കയറോ, തൊണ്ട് തല്ലി കയറ് വിരിച്ചിട്ട് ആ കയറ് കൊണ്ട് പാളയിൽ കെട്ടിയിട്ട് കോരി കുടിച്ച് അപ്പോഴേക്കും ഇവൻ ദാഹിച്ച് ചത്തുപോയാലും ഒരടക്കയുടെ തോട്ടിൽ കൊള്ളുന്ന വെള്ളം കൊടുക്കാത്ത ആ നിഷേധത്തിന്റെ, മനുഷ്യാവകാശ നിഷേധത്തിനെതിരെയുള്ള പ്രതിരോധം അവര് പാടാൻ മാത്രം അല്ലെ, പാടുകയല്ലാതെ നമുക്കെന്താ മാർഗം മോളെ എന്നാണ് നാടൻപാട്ട് പറയുന്നത്. നമുക്ക് പാടാതിരുന്നാല് പട്ടിണി മാറുമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാടിക്കൊണ്ടിരിക്കുക.